എല്ലാവർക്കും നമസ്കാരം. രാമേശ്വരം യാത്ര കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും പിടിക്കാനായിട്ട് കാര്യമായിട്ട് പറ്റിയില്ല. പിന്നെ രാമേശ്വരം യാത്രയിൽ ഒരു ടൈറ്റ് പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ട് അവിടെയും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം ഒരു ബലികർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ പോയത്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കായി. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് പ്രോപ്പറായ രീതിയിൽ ഇടാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ചില നമ്മുടെ ക്ലയൻറ്റുകൾ, അതായത് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട്. അതിൽ ജാതി മതവും ഒന്നും ഞാൻ നോക്കാറില്ല. എല്ലാവർക്കും എൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും ഒരേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ, ഹെൽപ്പുകൾ, ഹീലിങ്ങുകൾ, സോൾ റിലീസ്, ബാധ റിലീസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ചില ഇൻഡ്യൂഷൻസ് ഉണ്ട്. ആ ഇൻഡ്യൂഷൻസ് വെച്ചിട്ട് അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3-4 കേസുകളിൽ എനിക്കുണ്ടായ ഒരു വ്യത്യസ്തമായൊരു അനുഭവം, അപ്പോൾ അത് ഇവിടെ പറയണമെന്ന് തോന്നി. കാരണം നിങ്ങളിൽ ചിലപ്പോൾ പലർക്കും ഇതേ അനുഭവ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ നമ്മളൊരു മതം മാറി മറ്റു മതത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ഹിന്ദു വേറൊരു മതത്തിലോട്ട് മാറിപ്പോയെന്ന് വിചാരിക്കാം ഉദാഹരണത്തിന്. അപ്പോൾ ഹൈന്ദവർ പൊതുവേ നമ്മുടെ കുറേ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഹൈന്ദവ രീതിയിലുള്ള എന്തെങ്കിലും ഉപാസന വിധികൾ, അങ്ങനെ സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ചില വീടുകളിലുണ്ടാവും. നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ പാരൻസ്, അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരും പല ഉപാസകർ, നല്ല ഉപാസന ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. പല മാന്ത്രിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ നമുക്ക് അവരെ പറ്റിയൊന്നും വലിയ അറിവുണ്ടാവണമെന്നില്ല. കാരണം നമ്മളുടെ പാരൻസിനെ നമുക്കറിയാം, അവരുടെ പാരൻസിനെ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് അവരുടെ കഥകളൊന്നും നമുക്ക് ചിലപ്പോൾ പകർന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതേപോലുള്ള ആളുകൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആണെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല. അവർ ജീവിക്കുന്ന ലോകത്തേക്ക് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മതത്തിലേക്ക് മാറി ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആചാരങ്ങൾ മാറ്റുന്നു, നമ്മൾ വേറെ രാജ്യത്തിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി പാഞ്ഞ് നടക്കുന്നു. പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാറില്ല ചില ആൾക്കാർക്ക്. അവരിങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വന്ന 1-2 ആളുകൾക്ക് ഇതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡ്യൂഷനിൽ ഇങ്ങനെ തെളിഞ്ഞു ഒരു സംഗതി. അതായത് ഒരു കൂട്ടരുടെയിൽ ഈ സർപ്പത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ സർപ്പക്കാവ് അവർ പണ്ട് അവരുടെ ഫാമിലിയിൽ സർപ്പക്കാവ് ആചരിച്ചിരുന്നു. പക്ഷേ അവർ വേറെ മതത്തിലേക്ക് മാറിയതുകൊണ്ട് ഇടക്കാലത്ത് വെച്ചിട്ട് അവർ മതം ചേഞ്ച് ചെയ്തു. പക്ഷേ അവർ ആചരിച്ചിരുന്ന ആ സർപ്പക്കാവിൻ്റേതായിട്ടുള്ള ചൈതന്യം ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നു. അവരുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മാറിയിട്ടുണ്ടെങ്കിലും അവരിലുള്ളതായ ആ ചൈതന്യങ്ങൾ വിട്ടുപോയിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഉപാസന ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ സർപ്പപൂജ ചെയ്യുന്നു, വീട്ടിൽ നഖത്തിനുള്ള വിളക്ക് വെക്കുന്നു, അല്ലെങ്കിൽ ദേവിനെ ഉപാസിക്കുന്നു, ശിവനെ ഉപാസിക്കുന്നു, അല്ലെങ്കിൽ ഏത് ദൈവത്തിനായിക്കോട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് തുറവോട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇടക്കാലത്ത് വെച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. അനുഷ്ഠാനങ്ങൾ മാറ്റമല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് ആ ചൈതന്യം എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല അല്ലേ? അത് അവിടെ തന്നെ നിൽക്കുന്നു. നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ ഫാമിലി അടുത്ത തലമുറയിലേക്കും അത് കയറി വരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിരിക്കണം. കാരണം അത്തരം വിഷയങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം വഴിപാടുകളോ പൂജകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നമ്മൾ അതിന് രക്ഷപ്പെടാൻ നോക്കിയാലും നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടുന്നതായ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഒന്നുകിൽ നമ്മൾ നല്ലൊരു അസ്ട്രോളജിൽ പോയിട്ട് നോക്കുക, റീഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നോക്കുക. അങ്ങനെ നോക്കി അത് കണ്ടുപിടിക്കണം കൃത്യമായിട്ട്. ഇതിൻ്റെ തെളിയിച്ചെടുക്കണം ആ സംഗതി എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സർപ്പക്കാവാണെങ്കിൽ സർപ്പക്കാവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിനെ അവിടെ നിന്ന് നമ്മുടെ പഴയ ഭൂമിയിലുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് വേറെ വലിയ ക്ഷേത്രങ്ങളിലേക്ക് ലയിപ്പിക്കുന്ന പരിപാടികളുണ്ട്. അല്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദേവതാബന്ധമാണെന്നുണ്ടെങ്കിൽ ദേവതാബന്ധമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം. ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല മറുപടി. അപ്പോൾ അതുപോലത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചില ഭൂമികൾ വിറ്റുപോകും. ഈ ഭൂമികൾ വിറ്റ് പോകുമ്പോൾ
ഇതേപോലെ ചില ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. സാധാരണ ഇതിൽ ഭൂമിയും വിറ്റ് പോകുമ്പോൾ ശരിക്കും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയും അതിനുമായി ബന്ധപ്പെട്ട ചമയങ്ങളും നമ്മൾ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത്, പ്രശ്നമുള്ള ഭൂമി വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അല്ല പ്രശ്നങ്ങൾ സഹിതം നമ്മൾ കൈമാറ്റം ചെയ്യുന്നതാണ് പറയണത്. എൻ്റെ ഒരു അറിവാണ് ഞാൻ പറഞ്ഞേട്ടാ, വേറെ കൂടുതൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ഇടാം. അപ്പോൾ സാധാരണ പ്രശ്നം നമ്മുടെ തലേന്ന് ഒഴിഞ്ഞ് പോയി എന്നാണ് പറയണത്. കാരണം ചിലപ്പോൾ നമ്മൾ ചില ഭൂമികൾ വാങ്ങുമ്പോൾ ഇപ്പോൾ ആ ഭൂമി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ദോഷമുള്ള ഭൂമിയാണെങ്കിൽ എത്ര നല്ല സാമ്പത്തിക സ്ഥിതി നല്ല അവസ്ഥയിൽ പേര് പ്രശസ്തിയായിട്ട് നിൽക്കുന്ന ചില ആളെ കണ്ടിട്ടുണ്ടോ നമ്മൾ, പെട്ടെന്ന് ഇങ്ങോട്ട് കീഴ്പോട്ടേക്ക് വരും. ചിലപ്പോൾ അവരൊരു ഇടക്കാലത്ത് വെച്ചിട്ടൊരു പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടാവും. ഭൂമികൾ വാങ്ങിക്കൂട്ടുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഭൂമികൾ ചാടിക്കയറി മേടിച്ചാൽ പണി കിട്ടും. അതോടിട്ട് നമ്മുടെ കഷ്ടകാലം നടക്കും. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ദോഷമുള്ള ഏതെങ്കിലും ശക്തികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും നാഗബന്ധമുള്ള കാര്യങ്ങളുണ്ടാവും, ക്ഷയിച്ച് നിൽക്കുന്നവർക്ക് കാവുണ്ടാവും. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ക്ഷയിച്ചു പോകും. ഇതുകൊണ്ട് നമ്മൾ ഭൂമികൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയ വീടുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വീടിനെ പറ്റി നമ്മൾ പഠിച്ച് അതിൻ്റെ എനർജി ചെക്ക് ചെയ്ത് പോസിറ്റീവാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കണം. അതിനെപ്പറ്റി നല്ലോണം പഠിക്കണം. നല്ലോണം പഠിച്ച ശേഷം മാത്രമേ നമ്മൾ പുതിയ പ്രോപ്പർട്ടി വാങ്ങാൻ പാടുള്ളൂ. ഏതെങ്കിലും കാവ് ബന്ധമോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും സഞ്ചാരപഥങ്ങളോ നാഗത്തിൻ്റെ സഞ്ചാരമോ വേറെ ശക്തികളുടെ സഞ്ചാരപഥങ്ങളൊക്കെ ഭൂമിയിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ഭൂമി വാങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിഷയം ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പൂർവികരായിട്ട് ചെയ്തു വെച്ചേക്കണ ചില കാര്യങ്ങൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് പ്രോപ്പറായ രീതിയിൽ നമുക്ക് നല്ല അസ്ട്രോളജേഴ്സ് ഉണ്ട്, കഴിവുള്ള ആളുകൾ, നല്ല ദൈവജ്ഞന്മാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ദൈവിക ബന്ധമുള്ള വാസനപരമുള്ള ആൾക്കാർ, അവരെ കൊണ്ട് വേണം നോക്കിക്കാനായിട്ട്. അവരെ കൊണ്ട് നോക്കിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ തെളിയിക്കും ഇന്ന രീതിയിലാണ് വന്നേക്കണത്, ഇന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പൂർവികരായിട്ട് അതെങ്ങനെ വന്നു, അതെങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എവിടെയാണ്, ഇനി എന്താണ് പരിഹാരം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം വിഷയങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.